ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പൊട്ടാറ്റോ വെച്ച് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്പി പൊട്ടാറ്റോ ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ക്രിസ്പി പൊട്ടാറ്റോ ഫ്രൈസിനായിട്ട് ഞാനിവിടെ 2 വലിയ പൊട്ടാറ്റോ അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ല ക്രിസ്പി ആയി കിട്ടാനാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പും പൊട്ടാറ്റോയും കോൺഫ്ലവറും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ വെച്ചിട്ട് ഞാനൊരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പൊട്ടാറ്റോസ് എല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. ഇത് ഓൾറെഡി കോൺഫ്ലവർ ചേർത്തുകൊണ്ടാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് മൊരിയിച്ചെടുക്കണം. ഇത് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ക്രിസ്പി പൊട്ടാറ്റോ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് അല്പം പെരി പെരി മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.